മൂന്നാം വരവിലെ മോദി, നരേന്ദ്രമോദി മൂന്നാം തവണ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം റഷ്യയിൽ പോകുന്നു, അത് കഴിഞ്ഞ് ഉക്രൈനിൽ പോകുന്നു. ഈ രണ്ട് രാജ്യങ്ങളും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് രാജ്യങ്ങളിലേക്കും പോകുന്നു. രണ്ട് രാജ്യങ്ങളും ഒരുപോലെ തന്നെ ആ രണ്ട് രാജ്യങ്ങളിലെ നേതാക്കന്മാർ, ഭരണാധികാരികൾ അദ്ദേഹത്തെ സ്നേഹവായ്പോടെ സ്വീകരിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾക്കും പ്രിയപ്പെട്ടവനായി അദ്ദേഹം മാറുന്നു. ഇന്നിപ്പം നമ്മളിത് ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ബ്രൂണയിലാണ്. അപ്പം മൂന്നാം വരവിൽ മോദി ലോകത്തിന് അത്രമേൽ പ്രിയപ്പെട്ട നേതാവായി മാറിയോ എന്നുള്ളതാണ്. ജോൺ ഇതിനകത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഡോക്ടർ BR അംബേദ്കറിനെയാണ്. അംബേദ്കർ അദ്ദേഹം ഈ രാജിവെക്കുന്ന ഒരു സന്ദർഭമുണ്ട് നെഹ്റു മിനിസ്ട്രിയിൽ നിന്ന്. രാജിവെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാജിപ്രസംഗം വളരെ പ്രസിദ്ധമാണ്, പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യാത്തൊരു വിഷയം കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. 1947 ഓഗസ്റ്റ് 15 നമ്മൾ സ്വതന്ത്രമാകുമ്പോൾ നമ്മളെ വിഷ് ചെയ്യാത്ത, നമുക്ക് ആശംസ നേരാത്ത ഒരു ലോകരാജ്യം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ 4 വർഷങ്ങൾക്ക് ഇപ്പുറം, അതായത് അദ്ദേഹം രാജിവെക്കുന്ന ആ ദിവസത്തിൽ ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ആരുണ്ട്? ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനൊപ്പം പ്രത്യേകിച്ച് ഒരു വലിയ സൂപ്പർ പവറായിട്ടോ അല്ലെങ്കിൽ വലിയ ശക്തമായ രാജ്യമായിട്ടോ ഒന്നും ആരും കാണുന്നില്ല. അന്ന് നമ്മളെ വിഷ് ചെയ്ത ആൾക്കാരൊക്കെയും നമ്മളെ ഒന്ന് ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നുള്ള തലത്തിലാണ് അന്ന് അദ്ദേഹം അവിടെ പ്രസംഗം. അതിൻ്റെ രാജ്യയുടെ ഒരു കാരണങ്ങളിൽ ഒന്നായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതിപ്പോൾ നെഹ്റു എന്ന് പറയുന്ന ആൾ വലിയ സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു എന്നുള്ള തലത്തിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ വിശാരദന്മാരുൾപ്പെടെ സൗകര്യപൂർവ്വം അവഗണിച്ച് കളഞ്ഞ ഒന്നാണ് അംബേദ്കറുടെ ഈ രാജി പ്രസംഗം എന്ന് പറയുന്നത്. ശരിക്കും നരേന്ദ്രമോദിജി വന്നതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഇൻ്റർനാഷണൽ ലെവലിൽ ഭാരതം എവിടെ പ്ലേസ്ഡ് ആകുന്നു എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു നേർക്കാഴ്ചയാണ്. റഷ്യയിലും യുക്രൈനിലും പോവുകയും അദ്ദേഹം സെലൻസ്കിയെയും അതുപോലെ തന്നെ വ്ളാഡിമിർ പുടിനെയും ഒരുപോലെ ആലിംഗനം ചെയ്യുമ്പോൾ അത് ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അല്ലാണ്ട് മറ്റാർക്കും അതിന് സാധിക്കില്ലെന്നേ. കാരണം യൂറോപ്പ് മുഴുവനായിട്ട് ഒരു ചേരിയിൽ, US മൊത്തമായിട്ട് വേറൊരു ചേരിയിൽ, റഷ്യ മറ്റൊരിടത്ത്, അവിടുന്ന് ഫ്യൂവൽ വാങ്ങിക്കാൻ പാടില്ല, ഇന്ധനം വാങ്ങാൻ പാടില്ല എന്നുള്ള ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന രാഷ്ട്രീയമുള്ള ഒരു മേഖലയിൽ പ്രവിശേരിച്ചെന്നതിന് ശേഷം ഈ രണ്ടുപേരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുക എന്ന് മാത്രമല്ല, രണ്ട് ലോക നേതാക്കളും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതത്തിന് മാത്രമേ ആസ് എ കൺട്രി നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്ലേസ്മെന്റ് എന്താണ് എന്നുള്ളതാണ് ലോകത്തിന്റെ മുൻപില്. അപ്പൊ ഇതൊരു അദ്ദേഹത്തിന്റെ ഇപ്പോൾ മൂന്നാം വരവിനെ മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കാൻ സാധിക്കില്ല. ഇതൊരു കണ്ടിന്യൂഷൻ ആണ്. 2014 മുതൽ അദ്ദേഹം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ഡിപ്ലോമസിയുടെ ഒരു കണ്ടിന്യൂഷൻ മാത്രമായിട്ടേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ടേക്ക് അവേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂന്നാം വരവിൽ നരേന്ദ്രമോദിജിയെ സംബന്ധിച്ചിടത്തോളം താൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് അതിഭംഗിയായി തന്നെ അദ്ദേഹം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നമുക്കൊരു 400 സീറ്റ് കിട്ടും, 300+ BJPക്ക് ഒറ്റയ്ക്ക് കിട്ടുമെന്നുള്ള കാര്യം വളരെ കാര്യമായിട്ട് BJPയുടെ ഏറ്റവും അവസാനത്തെ അണികൾ വരെയും വിചാരിച്ചിരുന്നു എന്നുള്ളതാണ്. വിചാരിച്ചിരുന്നു എന്നുള്ളതല്ല, വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് 240, ഇപ്പം 272 ആയാൽ പോലും ആ നിരാശ ഉണ്ടാവുമായിരുന്നു. അതിപ്പോൾ ഡസൻ മാറ്റർ. ഇപ്പം 300 താഴെ എന്ന് പറയുമ്പോൾ 272 ആയാൽ പോലും 240 ഉണ്ടാകുന്ന അതേ നിരാശ ഉണ്ടാകുമായിരുന്നു. സ്വാഭാവികമായിട്ടും ആ നിരാശയിൽ നിന്ന് ഇപ്പം വ്യക്തിപരമായി ഞാൻ എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ 240 ആയിപ്പോയി, നമുക്ക് ഭരിക്കാം, ഓക്കെ 1990 മുതൽ എടുത്തു കഴിഞ്ഞാലുള്ള ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ 3-4 പതിറ്റാണ്ടിനകത്തോളം ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെയാണ്, അല്ല എന്നൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾക്കൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അവിടെ എത്തിയില്ല എന്നുള്ളതിനകത്ത് നമുക്കൊരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ രാഹുൽ ഗാന്ധി വേഴ്സസ് നരേന്ദ്രമോദി എന്നുള്ള നിലയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രസന്റ് ചെയ്യുന്ന നന്ദി രാഹുൽ എന്ന് പറഞ്ഞൊരു മുഖ്യധാരാ മാധ്യമം തന്നെ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തല്ലോ. അതിന്റെ അടുത്ത ദിവസം നരേന്ദ്രമോദിജി നടത്തിയ ഒരു മറുപടി പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗം ഫുള്ള് ലൈവ് കണ്ടതാണ് ഞാൻ. ആ പ്രസംഗം തുടങ്ങുന്ന സമയം മുതൽ ഞാൻ വളരെ ഇറിറ്റേറ്റഡ് ആണ്. കാരണം പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു വാക്കുപോലും സംസാരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള തരത്തിലുള്ള വലിയ ബഹളം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമൊക്കെ അദ്ദേഹത്തിന്റെ എനർജി കുറച്ച് ഡൗൺ ആണോ എന്ന് എനിക്ക് തന്നെ തോന്നിയിരുന്നു. ചാനൽ മാറ്റിയാലോ എന്ന് തോന്നി, കാരണം ഈ ബഹളത്തിന്റെ പ്രശ്നം കാരണം. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹത്തിന് ഒരു ടേക്ക് ഓഫ് ആണ് ഞാൻ കാണുന്നത്. 1.5 മണിക്കൂർ അദ്ദേഹം സംസാരിച്ച് കഴിയുമ്പോഴേക്കും
അത്രയും നേരം ബഹളം വെച്ചിരുന്ന മുഴുവൻ ആൾക്കാരെ നിലം പരിശാക്കിക്കൊണ്ട് മുൻപ് നമ്മൾ കണ്ടിരുന്ന നരേന്ദ്രമോദിജി എന്താണോ ആ നരേന്ദ്രമോദിജി ഫുൾ ഫോമിലേക്ക് വരുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും പലർക്കും എന്താണ് ഒരല്പം ഡൗൺ ആയി പോയവർക്കും ഒരല്പം ആത്മവിശ്വാസം നശിച്ചു പോയവർക്കും ഒക്കെ തിരിച്ചത് റീഗെയിൻ ചെയ്യുകയും തിരിച്ച് റീചാർജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിന്ന് കണ്ടത്. അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ ഇപ്പോഴും തുടർന്ന് പൊക്കോണ്ടേയിരിക്കുന്നു. ഞാൻ പണ്ടൊക്കെ കരുതുമായിരുന്നു നരേന്ദ്രമോദിജി ഈ പറയുന്ന യാത്രകൾ ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു, ഇതിനകത്തൊക്കെ എന്താണ് റിസൾട്ട് വരാനിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ഈ അംബേദ്കറിന്റെ ഈ ഒരു കാര്യം അദ്ദേഹം അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലരും എടുത്ത് നോക്കുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ചേരി ചേരാ നയം എന്ന് പറയുന്ന സാധനം കൊണ്ട് ഇന്ത്യക്ക് ദോഷം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. കാരണം ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് അല്ലെങ്കിൽ മറ്റ് പല വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നമ്മൾ ഹ്യൂജ് മണിയാണ് അനാവശ്യമായിട്ട് വിഷയങ്ങളിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. നമുക്ക് ശക്തരായ സുഹൃത്തുക്കൾ ലോകത്തുണ്ടെങ്കിൽ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ മറ്റൊന്ന് ചോദിക്കാൻ ഒരുപാട് പേരുണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയെ തൊടാൻ പറ്റില്ല, അസ്പർശ്യരാണെന്നൊരു തോന്നല് നമുക്ക് ഈ പറയുന്ന ഇന്റർനാഷണൽ ആ ഒരു ഡിപ്ലോമസി കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യം വരില്ലായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോദിജി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ 2019 ഇലക്ഷന് തൊട്ട് മുമ്പ് അഭിനന്ദൻ വർദ്ധമാനെ പിടിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം അവിടെ തടവിലായി പോകുന്നു. എന്തായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്? അദ്ദേഹം അതുപോലെ തന്നെ ഇലക്ഷൻ റാലികളിൽ പോകുന്നു, പ്രസംഗിക്കുന്നു, സംസാരിക്കുന്നു, വരുന്നു എന്നുള്ളതായിരുന്നു. കാരണം അഭിനന്ദൻ വർദ്ധമാൻ ഏറ്റവും സെക്യൂർ ആൻഡ് സേഫ് ആയിട്ട് തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നത് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. കാരണം അത് ഇന്ത്യൻ സൈന്യത്തിൽ മാത്രമല്ല, കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആഗോള തലത്തിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓറ എന്ന് പറയുന്നത് ആ തലത്തിലേക്ക് ട്രാൻസ്ഫോം ആയി മാറി എന്നുള്ളത് കൊണ്ടാണ്. 5 സൈനികരുടെ തലയിറത്ത് ഇങ്ങോട്ട് വിട്ടിരുന്ന സ്ഥാനത്ത് നിന്ന് ഇന്റർനാഷണലി ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഒരിടത്തും പോയി കരയണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്തായിരുന്നു നരേന്ദ്രമോദി 1.0, എന്തായിരുന്നു നരേന്ദ്രമോദി 2.0, അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നരേന്ദ്രമോദി 3.0യിലും കാണുന്നത്. ഒരടി പോലും പുറകോട്ടില്ല. എത്ര അടി മുന്നേക്ക് വെക്കാൻ പറ്റുമോ അത് മാത്രമേ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ഈ 3.0യിലും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഈ ചില ആളുകൾ പറയുന്നുണ്ട്, ഇപ്പം നമ്മളിത് പറയുമ്പോഴും നരേന്ദ്രമോദി 3ാം തവണ വന്നതിന് ശേഷം പഴയതുപോലെ അദ്ദേഹം അത്ര അങ്ങോട്ട് കരുത്തനാകുന്നില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു പാർട്ടിക്കകത്തും അങ്ങനെ അഭിപ്രായപ്പെടുന്ന ചില ആളുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അങ്ങനെ അതിനെ കാണാൻ കഴിയില്ല. ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നരേന്ദ്രമോദി 1.0യിലും 2.0യുടെ ഏതാണ്ട് ഒരു ലാസ്റ്റ് ലെഗ് വരെയും നമ്മുടെ പൊളിറ്റിക്സ് ഒരു പരിധി വരെ പൂർണ്ണമായിട്ടല്ല, പരിധി വരെയും നമ്മുടെ ഉള്ളിലാണ് നിലനിന്നിരുന്നത്. ഓക്കെ, ഇപ്പൊ BJP വേഴ്സസ് കോൺഗ്രസ്, അല്ലെങ്കിൽ NDA വേഴ്സസ് UPA, അല്ലെങ്കിൽ INDI, ഈ ഒരു ഇതിലാണ് നിന്നിരുന്നത്. പക്ഷേ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പൊളിറ്റിക്സ് വേറൊരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തുറന്നു പറയാം, ജോർജ് സോറോസിനെ പോലുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ വളരെ കാര്യമായിട്ട് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ കമല ഹാരിസ് US ഇലക്ഷനിൽ സംസാരിക്കുന്നതും, മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിൽ സംസാരിക്കുന്നതും, രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ സംസാരിക്കുന്നതും ഒരേ സ്ക്രിപ്റ്റ് എഴുതി വായിക്കുകയാണ്. ഒരേ സ്ക്രിപ്റ്റാണ് ഇവരെല്ലാവരും വായിച്ചുകൊണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ക്യാമ്പയിന്റെ നടുവിൽ മുഴുവൻ പറഞ്ഞത് ഇത് അവസാനത്തെ ഇലക്ഷൻ ആവും, ഭരണഘടന സംവിധാൻ ഖത്രേ മേ ഹേ, ഭരണഘടന അപകടത്തിലാണ്, ഈ തലത്തിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് ഇപ്പൊ കമല ഹാരിസ് അവിടെ പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞാൽ അമേരിക്കയിലെ ലാസ്റ്റ് ഇലക്ഷൻ ആവും, ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ തകരുന്നതാണ്. ഇതൊക്കെ തന്നെയാണ് മുഹമ്മദ് യൂനിസിനെ എവിടുന്നോ കൊണ്ടുവന്നത്. അതായത് ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റിനെ കലാപം ഉണ്ടാക്കി അട്ടിമറിച്ചതിന് ശേഷം പിക്ചറിലില്ലാതിരുന്ന ഒരാൾ, അമേരിക്കയുടെ ചെലവിൽ താമസിച്ചിരുന്ന ഒരാൾ അവിടുന്ന് വന്ന് നേരെ ഇവിടെ ലാൻഡായിട്ട് ഭരണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പൊ ഇത് ഇന്റർനാഷണലി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്. നമ്മൾ നല്ല ഉദ്ദേശത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ പോലും വളരെ നെഗറ്റീവായിട്ട് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു വിഭാഗം ഇളകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഒരു വിഭാഗം ഞങ്ങളിതേ റയോട്ടിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ CAA വിഷയം പോലെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം പോലെ ഞങ്ങൾ ഒരു കലാപത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ പോലും പറയുന്നത്, ബംഗ്ലാദേശിൽ ഈ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവർ ആഹ്ലാദിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ വരും, ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിക്കും എന്നാണ് അവർ പറയുന്നത്. അതായത് ഇലക്റ്റഡ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അവർ ഇത്തരം ഫോഴ്സസിനെ ഉപയോഗിക്കും എന്നാണ് അവർ പറയുന്നത്. ഇതിന്റെ പിറകിൽ കൃത്യമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആവേണ്ടതുണ്ട് വിഷയങ്ങളിൽ. കാര്യം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ ഇതിനെ ഉപയോഗിക്കാൻ പോകുന്നത്, ദുരുപയോഗം ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് ആ ഒരു കെയർഫുൾനെസ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാണ്ട് അദ്ദേഹം അങ്ങനെ ഒരു ബാക്ക് ഫൂട്ടിലേക്ക് പോയി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല.
അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് കാണുന്നത്. അദ്ദേഹം ഇത്രയും നാൾ എന്താണോ ചെയ്തു വന്നിരിക്കുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. കാരണം ഇതിനെ ഹിറ്റ് ചെയ്യേണ്ടത് ഒരിക്കലും ഇന്ത്യക്കകത്തല്ല, ഇന്ത്യക്ക് പുറത്താണ്. കാരണം ഈ പറയുന്ന ആൾക്കാരുടെ പലരുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവർ പലരും കാശുണ്ടാക്കിയിരിക്കുന്നത് പോലും പല ഗവൺമെൻറ്റുകളെയും ഈ പറയുന്ന പോലെ സെൻസെക്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഷെയർ മാർക്കറ്റ് ഉൾപ്പെടെ അട്ടിമറിച്ചുകൊണ്ട് പല ഗവൺമെൻറ്റുകളെ തള്ളി താഴെയിടുക, അതിൽ നിന്ന് ഇവർ കാശുണ്ടാക്കുക, ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇത് സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെ. ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ജോർജ് സോറോസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. സോറോസിൻ്റെ ഇടപെടലുകളെ യഥാർത്ഥത്തിൽ മോദി കൃത്യമായി പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനെതിരെ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? അല്ല, ജോർജ് സോറോസ് ഏതെങ്കിലും ഒരു സർക്കാരിനെതിരായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ സർക്കാരുകളെല്ലാം തന്നെ നിലംപൊത്തിയിട്ടുണ്ട്. ഇപ്പൊ ട്രംപ് വീണു, അതിനു മുമ്പ് 1990s പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ജനാധിപത്യ ഗവൺമെന്റുകളെ കേട്ടോ, ഇപ്പോൾ അല്ലാത്ത സർക്കാരുകളെ അല്ല, ജനാധിപത്യ രീതിയിലുള്ള ഗവൺമെന്റുകളെ തകർക്കാൻ അയാള് കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് സാധിക്കാതെ പോയ ഒരു സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ മാത്രമാണ്. കാരണം നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് അവരുടെ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആയിരുന്നു. അവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി BJP അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതിലുപരി അവര് നരേന്ദ്രമോദിയെ വീഴ്ത്തുക എന്നുള്ളതാണ് അവര് പ്ലാൻ ചെയ്തുകൊണ്ട് വന്നത്. കാരണം ഇപ്പോൾ BJP ഒരു 220-200 പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ശിവസേന ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരികയും ബാർഗെയിൻ ചെയ്യുകയും മോദി അല്ല മറ്റൊരാളെ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരാള് അവർക്ക് ഓക്കെ ആണ് എന്നുള്ളത് കൊണ്ടല്ല, ഇതിന്റെ ഒരു മൊമെന്റത്തിനെ ഡീറെയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. മറ്റ് BJP-ക്കാർ മോശമാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് ദർ ഇസ് എ മൊമെന്റം. 2014 മുതൽ BJP-ക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനുള്ള ഒരു മൊമെന്റം ഉണ്ടല്ലോ, ആ മൊമെന്റിനെ ഡീറെയിൽ ചെയ്യുക. അകത്ത് എന്തെങ്കിലും ആഭ്യന്തരമായ BJP-ക്ക് അകത്ത് ഈ പറയുന്ന പോലെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിപ്പിക്കുക. ഈ ഒരു സാധനമാണ് അവര് പ്രതീക്ഷിച്ചത്. ഒരു 220 നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുത്തേനെ. 200 പോയിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു BJP-ക്കാരനോട് സ്നേഹമില്ല എന്നുള്ള നിലയിൽ തന്നെ അവർ മറ്റൊരു ഇതിലേക്ക് വേറൊരു സർക്കാരിനെ കൊണ്ടുവന്ന് അതിനെ റീപ്ലേസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചേനെ. പക്ഷെ അതൊന്നും തന്നെ വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ്. കറക്റ്റ് നമുക്കൊരു വേണ്ട നമ്പർ എന്താണോ ആ നമ്പറിൽ വന്ന് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അത് വർക്കായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.